നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായുടെ സുവിശേഷത്തിന്റെ ആരംഭം. യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ, ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ എന്നെ വഴി ഒരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, കർത്താവിൻ്റെ വഴി ഒരുക്കുകയും അവന്റെ പയാതകൾ നേരെയാക്കുകയും പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ മാമോദീസ പ്രഘോഷിച്ചുകൊണ്ട് യോഹന്നാൻ മാംദാന മരുഭൂമിയിൽ പ്രത്യക്ഷനായി. യൂദയ പ്രദേശം മുഴുവനും ജെറുസലേം നിവാസികൾ എല്ലാവരും അവന്റെ അടുത്തേക്ക് പോയി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രമാണ് യോഹന്നാൻ ധരിച്ചിരുന്നത്. അവന്റെ അരയിൽ തോൽക്കൊട്ടയും വെട്ടുക്കിളിയും കാട്ടുകലുമാണ് അവൻ ഭക്ഷിച്ചിരുന്നത്. യോഹന്നാൻ ഇപ്രകാരം പ്രഘോഷിച്ചു, എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു, കുനിഞ്ഞ് അവന്റെ ചെരുപ്പിന്റെ വള്ളി അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് മാമോദീസ നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് മാമോദീസ നൽകും. അന്നാളുകളിൽ ഈശോ ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സുവിശേഷത്തില് വിചിത്രമായ ഒരു കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മേലങ്ക് ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി എന്ന്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 51-52 വാക്യങ്ങളിലാണ് പറയുക. അതായത് ഗത്സമൻ തോട്ടത്തിൽ വെച്ച് ഈശോയെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പസ്തോലന്മാർ ഭയപ്പെട്ട് ഓടി ഒളിച്ചു. അപ്പോഴും ഒരു ചെറുപ്പക്കാരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പട്ടാളക്കാരൻ അവനെ കയറി പിടിച്ചു. അവന്റെ മേൽവസ്ത്രത്തിലാണ് അവർക്ക് പിടികിട്ടിയത്. അപ്പോൾ അവന് ആ വസ്ത്രം ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. ഇത് ആരെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ അത് ആ സുവിശേഷം രേഖപ്പെടുത്തിയ മർക്കോസിനെ കുറിച്ചാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുക. ഇന്നത്തെ സുവിശേഷം മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ആരംഭ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് മർക്കോസിനെ കുറിച്ച് അല്പം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അദ്ദേഹം ഈശോയുടെ 72 ശിഷ്യന്മാരിൽ ഒരുവനാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. എന്നാൽ ഈശോയുടെ 12 അപ്പസ്തോലന്മാരിൽ പെട്ടതല്ല. കാരണം ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരുന്നു. ചില പണ്ഡിതന്മാരുടെ നിഗമനം അനുസരിച്ച് ഈശോ കാനായിലെ വിവാഹ വിരുന്നില് പങ്കെടുക്കുന്ന അവസരത്തില് അവിടെ അവൻ ഉണ്ടായിരുന്നു. അങ്ങനെ കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതത്തിന് അവൻ സാക്ഷ്യം വഹിച്ചു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ജനിച്ചത് ലിബിയയില്, നോർത്ത് ആഫ്രിക്കയിലാണ്. അവിടെ അദ്ദേഹത്തിന്റെ മാതാവ് മറിയവും അരിസ്റ്റോഫിലസ് എന്ന് പറയുന്ന പിതാവും അവർ സമ്പന്നന്മാരായിരുന്നു. അവരുടെ മകനെ തന്നാൽ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. പക്ഷെ അവിടെ ബാർബേരിയൻസ് അല്ലെങ്കിൽ അപരിഷ്കൃതരായ ആളുകളുടെ അന്യായം ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ നിന്ന് അവർ പലസ്തീനയിലേക്ക് കുടിയേറി. അവിടെ നിന്ന് അവര് പണമൊക്കെ ഉള്ളത് കൊണ്ട് അവർ 2 നില കെട്ടിടമൊക്കെ വെച്ചു. അവിടെ അവർക്ക് ഒരു ദാസി ഉണ്ടായിരുന്നു, ബൈബിളിലെ നടപടി പുസ്തകത്തിൽ പറയുന്നത് പോലെ. അങ്ങനെ അവിടെ ഈശോ തന്റെ പരിസ്ഥിതി ജീവിതകാലത്ത് യെരൂശലേമിൽ ചെല്ലുമ്പോൾ ആതിഥേയത്വം നൽകുന്ന 2 ഭവനങ്ങളുണ്ട്. ഒന്ന് ലാസറിന്റെയും മർത്തായുടെയും മറിയത്തിന്റെയും. മർത്തായ എന്ന് പറയുന്നത് ഒരു വിധവയായിരുന്നു എന്നും മറിയവും അതുപോലെ തന്നെ ലാസറും അവിവാഹിതരായിരുന്നു. അങ്ങനെ അവര് 3 പേരും ഈശോയ്ക്ക് ആതിഥേയത്വം നൽകിയിരുന്നു. കൂടാതെ ആതിഥേയത്വം നൽകിയിരുന്ന മറ്റൊരു ഭവനമാണ് മർക്കോസിന്റെ ഭവനം. അതായത് മർക്കോസിന്റെ അമ്മയായ മറിയം, അവൾ വിശ്വസിച്ചുകൊണ്ട് ഉണ്ടായിരുന്നവളാണ്. അവള് ഈശോയുടെ ഒരു ശിഷ്യയായിരുന്നു. എന്നാൽ അവളുടെ ഭർത്താവ് അരിസ്റ്റോഫിലസ് വിശ്വാസി അല്ലായിരുന്നു. എന്നാൽ അവന് പിന്നീട് മനസാന്തരം ഉണ്ടാകുന്നുണ്ട്. അത് മർക്കോസ് വഴിയാണ്, കർത്താവിന്റെ ഉദാഹരണത്തിന് ശേഷമാണ്. നമ്മള് ബൈബിളിൽ വായിക്കുന്നുണ്ട്, അവസാനത്തെ പെസഹ ആചരിക്കുന്ന സമയത്ത് ഈശോ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എവിടെയാണ് നിനക്ക് പെസഹ ഒരുക്കേണ്ടത്? അപ്പൊ ഈശോ തന്നെ 2 ശിഷ്യന്മാരെ അയക്കുന്നുണ്ട് ജെറുസലേമിലേക്ക്. അത് ഒന്ന് പത്രോസും യോഹന്നാനുമാണെന്നാണ് വിശ്വസിക്കുക. അവരോട് 2 പേരോട് പറഞ്ഞു, നിങ്ങളൊക്കെ പോകുമ്പോൾ ഒരു പുരുഷൻ വെള്ളം ചുമന്നുകൊണ്ട് പോകുന്നത് കാണും. സാധാരണ രീതിയിൽ ഈ പലസ്തീനായ ആണുങ്ങളാരും വെള്ളം ചുമക്കിയാൽ അതൊക്കെ പെണ്ണുങ്ങളുടെ
ജോലിയ. നമ്മുടെ നാട്ടിലും അങ്ങനെ ആയിരുന്നല്ലോ, കിണറ്റുകാരച്ചത് വെള്ളം കുടിക്കൊണ്ട് ആളുടെ പണിയൊക്കെ. എന്നാൽ പെസഹ ആചരിക്കുമ്പോൾ അത് സ്ത്രീകളുടെ ജോലിയല്ല, പുരുഷന്മാരുടെയാണ്. അവിടെ പെസഹ ആചരണത്തിന് വേണ്ടി വെള്ളം കോരിക്കൊണ്ട് പോകുന്ന ഒരു പുരുഷനെ നീ കാണും. അപ്പൊ അവന്റെ പിന്നാലെ പോവുക. അവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഗൃഹനാഥനോട് ചോദിക്കുക, ഞങ്ങളുടെ ഗുരു പറഞ്ഞിരിക്കുന്നു നിന്റെ വീട്ടിലാണ് പെസഹ ഒരുക്കേണ്ടത്, അപ്പൊ അവിടെ പെസഹ ഒരുക്കാൻ പറ്റും. അത് അരിസ്റ്റോട്ടലസ് ആണ് ഗൃഹനാഥൻ വെള്ളം കോരിക്കൊണ്ട് പോയത് അയാളുടെ മകനായ മർക്കോസ് ആയിരുന്നു എന്നാണ് വിശ്വസിക്കുക. ഇതെല്ലാം കൃത്യമായിട്ട് ബൈബിളിലെ ഇയാളാണെന്ന് പറയുന്നില്ല. ഇതെല്ലാം പരമ്പരാഗതമായ വിശ്വാസവും സഭാ പണ്ഡിതന്മാരുടെ പ്രബോധനങ്ങളുമാണ്. അങ്ങനെ പെസഹ ആചരിക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം മർക്കോസ് കാണുന്നുണ്ട്. ഈശോയെ ശിഷ്യന്മാരുടെ സംഭാഷണം. പലപ്പോഴും ഈശോ അവിടെ പോയി താമസിക്കാറുണ്ട്. കാരണം അക്കാലത്ത് കുറച്ച് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക്, സമ്പന്നന്മാരായ ആളുകൾക്കും ഒക്കെ ഒരു രണ്ടു നില കെട്ടിടമായിരിക്കും. മുകളിലത്തെ നില എന്ന് പറയുന്നത് സെറ്റിയോ കൂട്ടുശാല എന്ന് പറയുന്നത്, അതായത് അതിഥികൾക്ക് താമസിക്കാം, പ്രാർത്ഥനാ മുറി, സമ്മേളന മുറി, ഇങ്ങനെയുള്ളതാണ് രണ്ടാമത്തെ നില. സാധാരണ വീട്ടുകാരുടെ താഴെ താമസിക്കുക, അതിഥികളെ മുകളിലാണ് താമസിപ്പിക്കുക. അങ്ങനെയാണ് ഈശോ അവിടെ താമസിക്കാൻ ഇടയാകുന്നത്. പത്രോസിന്റെ ഭവനത്തിലും അങ്ങനെയാണ്. രണ്ടാം നിലയിലാണ് ഈശോ തന്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ അങ്ങനെ കാണാൻ വരുന്നവരോട് സംസാരിക്കുക. അപ്പോഴാണ് അതിന്റെ റൂഫ് വിളിച്ച് ആൾക്കാർ തറവാദ മുറിയെ ഇറക്കിക്കൊണ്ട് വരിക. അങ്ങനെയുള്ള ഈ സെഹിയോൻ മാളികയിൽ നടക്കുന്ന സംഭവത്തിന് ശേഷം അവിടെ മർക്കോസ് കേൾക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ ഒരുവൻ ഒറ്റിക്കൊടുക്കും, എന്നെ പടയാളികൾ അറസ്റ്റ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ആ ആകാംക്ഷ കൊണ്ടാണ് മർക്കോസ് ഇവരുടെ പുറകെ പോവുകയും അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹത്തെ പട്ടാളക്കാർ പിടിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് ഓടി ഒളിക്കുകയും ചെയ്യുന്നത്. പിന്നീട് സംഭവിക്കുന്നത് സെഹിയോൻ മാളികയിൽ തന്നെയാണ് അപ്പസ്തോലന്മാർ കർത്താവിന്റെ മരണശേഷം ഒളിച്ചു താമസിച്ചത്. അവിടെയാണ് പെന്തക്കോസ്ത് അനുഭവം ഉണ്ടാകുന്നത്. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ഇറങ്ങി വരുന്നത്. പിന്നീട് നമുക്കറിയാം, പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്ന് വിമോചനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വരുന്നതും ഇതേ കെട്ടിടത്തിൽ തന്നെയാണ്. വിശുദ്ധ നാടുകൾ സന്ദർശിക്കുന്നവര് ഈ വീട് കാണാറുണ്ട്. മർക്കോസിന്റെ ഭവനം ആ രണ്ടാം നിലയിലുള്ള വിശാലമായ ഹോള്, അവിടെ ആണ് പെസഹ ആചരിച്ചത്, പെന്തക്കോസ്ത് നടന്നത്. അപ്പോൾ ആദിമ സഭയായിരുന്നു, ദേവാലയമായിരുന്നു എന്ന് വിശേഷിപ്പിക്കുക. അങ്ങനെയുള്ള ഈ മർക്കോസ് പിന്നീട് പൗലോസ് ശ്ലീഹായെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ ബർണ്ണബാസിനെയും അനുകരിക്കുന്നുണ്ട് സുവിശേഷ വേലയ്ക്കായിട്ട്. ബർണ്ണബാസും മർക്കോസും തമ്മിൽ കസിൻസും ബന്ധുക്കളുമായിരുന്നുവെന്നും അതുപോലെ തന്നെ മർക്കോസിന്റെ പിതാവായ അരിസ്റ്റോഫിലസ് പത്രോസിന്റെ ഭാര്യയുടെ കസിൻ ആയിരുന്നുവെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഏതായാലും പൗലോസിന്റെ കൂടെ ബർണ്ണബാസിന്റെ കൂടെ കുറെ നാൾ പോയ ശേഷം അദ്ദേഹം പിന്നീട് പോയത് പത്രോസ് ശ്ലീഹായുടെ കൂടെയാണ്. പത്രോസ് ശ്ലീഹായുടെ റോമിലെ വിദ്യാർത്ഥികളോടാണ് വചനം പ്രസംഗിക്കുക. അവിടെ പ്രസംഗിക്കുമ്പോൾ അവരോട് പറയുന്നത് ലത്തീൻ ഭാഷയിലാണ്. എന്നാൽ ലത്തീൻ ഭാഷ പത്രോസിന് വശമില്ല. അദ്ദേഹത്തിന് അരമായ ഭാഷയോട് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എന്നാൽ വിദ്യാഭ്യാസമുള്ള മർക്കോസിനെ കൂടെ കൊണ്ടുപോകുന്നത് അവനെ എന്നെ മണ്ണിലെന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരണം അത് അരിസ്റ്റോട്ടലസ് മരിച്ചു കഴിഞ്ഞ് അദ്ദേഹം മർക്കോസിനെ അഡോപ്റ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതല്ല, അദ്ദേഹം തനിക്ക് ജ്ഞാനസ്ഥാനം കൊടുത്തത് പത്രോസാണ്, അതുകൊണ്ട് സ്പിരിച്വൽ ഫാദർ എന്നുള്ള നിലയ്ക്കാണ്. ഏതായാലും പത്രോസിനെ അനുഗമിക്കുന്ന അവസരത്തിൽ പത്രോസ് പ്രസംഗിക്കുന്ന എല്ലാ കാര്യങ്ങളും മർക്കോസ് കേൾക്കുന്നുണ്ട്. പത്രോസിന് പ്രായമായി, പത്രോസിനെ കൊന്നുകളയും ചക്രവർത്തി എന്ന് മനസ്സിലാക്കുന്ന അവസരത്തിൽ അവിടെയുള്ള വിദ്യാർത്ഥികളായ റോമിലെ ക്രൈസ്തവർ ആവശ്യപ്പെട്ടു, മർക്കോസ് നിർത്തി വിവരമൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് നീ ഇതെല്ലാം ഒന്ന് രേഖപ്പെടുത്തണം. അങ്ങനെയാണ് മർക്കോസ് ഈ പത്രോസിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന ഈ മർക്കോസിന്റെ സുവിശേഷം രേഖപ്പെടുത്തുക. അതായത് പത്രോസ് എന്തെല്ലാം പറഞ്ഞു അതെല്ലാമാണ് ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ കർത്താവിന്റെ ബാല്യകാലമോ മറ്റു കാര്യമോ ഒന്നും പറയുന്നത്, പരസ്യജീവിതം മുതലുള്ള കാര്യങ്ങളാണ് മാർക്കോസ് ആരംഭിക്കുക. അതുകൊണ്ടാണ് കർത്താവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ മാതാനയുടെ പ്രസംഗത്തെ കുറിച്ച് പറയുക. അവിടെ ആദ്യം പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെട്ട സുവിശേഷം മത്തായിയുടേതല്ല, മാർക്കോസിന്റേതാണ്. അതിനുശേഷമാണ് മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷങ്ങൾ. അവസാനമായിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം. ഇനി ഇവിടെ നമുക്കറിയാം, കർത്താവിനെ വഴിയൊരുക്കുവാനായിട്ട് ഒരുവൻ വരും. നമുക്കറിയാം, ഒരു വലിയ വിஐപി വരുമ്പോൾ നമ്മൾ ചില ഒരുക്കങ്ങളൊക്കെ നടത്തും. അത് ബിഷപ്പ് പോവുകയാണെങ്കിൽ നമ്മൾ ബിഷപ്പിനിരിക്കാനുള്ള പ്രത്യേക കസേരയോ അല്ലെങ്കിൽ നീലവൻ, അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കും. അങ്ങനെയുള്ള ഒരുക്കങ്ങൾ നടക്കും. എന്ന് പറഞ്ഞ പോലെ രക്ഷകൻ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ വേണ്ടി ഒരുവൻ വരും. അത് ഏരിയയിലെ ചൈതന്യത്തോടു കൂടി വരുന്ന ഒരുവൻ ഉണ്ടാകുമെന്ന് മലാക്കി പ്രവാചകൻ, എലിയ പ്രവാചകനും അല്ലെങ്കിൽ പ്രവചിച്ചിട്ടുണ്ട്, ഐസിയ പ്രവാചകനും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ പറയുക. അങ്ങനെ പ്രവചനങ്ങളെ പൂർത്തിയാകത്തക്ക വിധത്തിൽ ഏലിയായുടെ ചൈതന്യത്തോടുകൂടി, അതായത് ഏലിയ പ്രവാചകൻ ഒരു യോഹന്നാൻ മാതാനായ പോലെ തന്നെ ഒരു താമസനായിട്ടാണ് മരുഭൂമിയിൽ വസിച്ചിരുന്നവനും
മരുഭൂമിയിൽ വസിക്കുന്നവരുടെ വേഷങ്ങൾ ധരിക്കുന്നവരുമായിരുന്നു. വളരെ ശക്തമായ ഒരുക്കമാണ് ഈ യോഹന്നാൻ മാന്താനം നടത്തിയത്. ഇനി യോഹന്നാൻ മാന്താനെ കുറിച്ച് പറയുക, എന്തുകൊണ്ടാണ് അദ്ദേഹം മരുഭൂമിയിൽ ജീവിക്കുവാനിടയായത്? അതിന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നൊരു വ്യാഖ്യാനം ഇതാണ്: ഈശോയും യോഹന്നാനും തമ്മിൽ 6 മാസത്തിന് വ്യത്യാസമേ ഉള്ളൂ. 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെയെല്ലാം വധിക്കുവാൻ ഹെറോദോസ് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ആ 2 വയസ്സിൽ താഴെ വരുന്ന ഒരാളാണ് ഈ യോഹന്നാൻ. യോഹന്നാന്റെ മാതാപിതാക്കളായ സക്കറിയായും എലിസബത്തും ആകെ പരിഭ്രാന്തരായി. എങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ട് ഒളിപ്പിക്കും? യോസേഫും മറിയവും ഒളിച്ചോടി ഈജിപ്തിലേക്ക് പോയി. പക്ഷേ ഇവർക്ക് എങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റും? അങ്ങനെ ഇപ്പം സക്കറിയ എന്ന് പറയുന്നത് പുരോഹിതനാണ്. അതുപോലെ തന്നെ ഏഴ് വശത്തിൽപ്പെട്ട പുരോഹിതന്മാർ 2 വിഭാഗമുണ്ട്. ഒരു കൂട്ടർ റോമാക്കാരുമായിട്ട്, റോമൻ ചക്രവർത്തിയും അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരികളുമായിട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അഴിമതിക്കാരായിട്ട് അന്ന് ജെറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ അവരോട് വിയോജിച്ചുകൊണ്ട് വളരെ കൺസർവേറ്റീവായിട്ട് അവര് ഇപ്പോഴത്തെ ഡെഡ് സീയുടെ ചാവുകടലിന്റെ തീരങ്ങളിലുള്ള കുമറൻ കേവുകളിൽ, ഗുഹകളിൽ താമസിച്ച് തപസ്സന്വേഷിച്ച് രക്ഷകന്റെ വരവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതഗണമുണ്ട്. അവർ സെലിബ്രേറ്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഈ സക്കറിയ പുരോഹിതനായതുകൊണ്ട് സക്കറിയ തന്റെ ഭാര്യ എലിസബത്തിനെയും കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒളിച്ചോടി പോകുന്നത് ഈ കുമറാൻ കേവുകളിൽ രഹസ്യമായിട്ട് താമസിക്കാനാണ്. പട്ടാളക്കാരും അവിടെ പോയത് സന്യാസാശ്രമത്തിൽ ആരെങ്കിലും കുഞ്ഞുങ്ങളെ കാണുമോ? അങ്ങനെ മാതാപിതാക്കൾ മരിച്ചുപോയി. ഈ സന്യാസിമാർ സന്യാസിയെ പോലെ വളർത്തി. അതുകൊണ്ടാണ് ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രമാണ്, തോൽപ്പട്ടയാണ് ധരിച്ചിരുന്നത്. വെട്ടുക്കിളിയും അതുപോലെ തന്നെ വൈൽഡ് ഹണി, കാട്ടുതേനുമാണ് ഭക്ഷിച്ചിരുന്നത്. കാരണം അത് പ്രോട്ടീനും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ സർവൈവ് ചെയ്യാൻ പറ്റും മരുഭൂമിയിൽ. അപ്പൊ അതുകൊണ്ട് ആ മരുഭൂമിയിലുള്ള ഒരു താമസനെ കൊണ്ട് അദ്ദേഹം ജീവിക്കുന്നു. ആ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ബൈബിൾ പഠനം നമ്മൾ നടത്തുമ്പോൾ ബൈബിളില് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഒരാൾ ആരംഭിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. അതായത് പുരോഹിത ശുശ്രൂഷ ആരംഭിക്കുന്നത് ലേവ്യ വംശത്തിൽപ്പെട്ടവര് 30-ാമത്തെ വയസ്സിലാണ്. ഈശോ തന്നെ പരസ്യജീവിതം ആരംഭിച്ചത് 30-ാമത്തെ വയസ്സിലാണ്. അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ, കൂടാതെ മോശ, അതുപോലെ തന്നെ സൗള്, ദാവീദ് രാജാവ്, ഇങ്ങനെയുള്ളവരെല്ലാം തങ്ങളുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. അങ്ങനെ മരുഭൂമിയിൽ എസ്എൻഎസ് എന്ന് പറയുന്ന പുരോഹിത വിഭാഗത്തിന്റെ കൂടെ ജീവിച്ച് അദ്ദേഹം ജനങ്ങളിടയിലേക്കൊന്നും പോകുന്നില്ല. അദ്ദേഹം അവിടെ പ്രസംഗിക്കുമ്പോൾ ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരികയാണ്. കാരണം തീവ്രമായ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെത്. വളരെ അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷേ അത്ഭുതം നടക്കുന്നുണ്ട്. ജനങ്ങളിലെല്ലാം മാനസാന്തരം ഉണ്ടാകുന്നു. ജെറുസലേമിലുള്ള ജനം മുഴുവനും, യൂദയായുള്ള ജനം മുഴുവനും അവരുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവരെല്ലാവരും പശ്ചാത്തലിക്കുകയാണ്. അവരെല്ലാവരും പാപങ്ങൾ ഏറ്റുപറയുകയാണ്. അവർ അവസാനിക്കുന്നത് പോലെ അദ്ദേഹം യോർദാൻ നദിയെ കൊണ്ടുപോയി അവരെ എല്ലാം മാമോദീസ മുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ജലം കൊണ്ട് മാമോദീസ മുക്കുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വഴി കഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അദ്ദേഹം തന്നെ എളിമ പ്രകടിപ്പിക്കുകയാണ്. ഞാൻ രക്ഷകനല്ല, മറിച്ച് അവനാണ് രക്ഷകൻ. അവൻ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളെ അഭിഷേകം ചെയ്യും. ഇതാണ് അദ്ദേഹം കൊടുക്കുന്ന സന്ദേശം. ഇവിടെ ഈ യോഹന്നാൻ മാന്താനം തന്നെ അയച്ച ആ പ്രഘോഷണത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിനുണ്ടാകുന്ന അനുഭവം, ഈശോ യോർദാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാൻ വരുന്നു. ഈശോയ്ക്ക് മാമോദീസ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഈശോയ്ക്ക് പാപങ്ങളില്ല, പാപങ്ങൾ ഏറ്റു പറയേണ്ട കാര്യവുമില്ല. ദൈവത്തിന്റെ ആ ശക്തിയിൽ അദ്ദേഹം ഈശോ വരുന്നത് ഒരു പ്രത്യേകമായ വെളിപ്പെടുത്തലിന് വേണ്ടിയാണ്. അതാണ് ഈ രണ്ടാകാലത്ത് നമ്മൾ വിസ്മരിക്കുക. യോഹന്നാൻ ഈശോ നിർബന്ധിച്ചപ്പോൾ യോഹന്നാൻ ഈശോയെ മാമോദീസ മുക്കിയിട്ട് ആ ജലത്തിൽ നിന്ന് കയറി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാണുകയാണ്, ഇത് പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. പ്രാവായിട്ടല്ല, പ്രാവല്ല, അതിലെ കടന്നുപോയ ഒരു പ്രാവ് ഈശോയുടെ മേൽ വന്ന് ഇറങ്ങുകയല്ല, മറിച്ച് പ്രാവിന്റെ രൂപത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിൽ വന്ന് കുടികൊള്ളുകയാണ്. അവിടെ പിന്നെ പറന്നു പോകുന്നില്ല, അദ്ദേഹത്തിൽ ലയിച്ച് ചേരുകയാണ്. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചും അതേ പരിശുദ്ധാത്മാവ് തന്നെ വീണ്ടും ഈശോയുടെ പരസ്യ ജീവിതത്തിൽ അദ്ദേഹത്തിൽ ആവസിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ, സൈവദേവനെ സ്വീകരിക്കുമ്പോൾ അതേ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് ആവസിക്കുകയാണ്. ആ ആത്മാവിന്റെ ചൈതന്യത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊന്ന് കാണുകയാണ്, സ്വർഗം കീറി മുറിക്കപ്പെടുന്നു. റീ ഓപ്പൺ എന്നാണ് ഇത് ഉപയോഗിക്കുന്ന വാക്ക്. സ്വർഗം കീറി മുറിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ 3 തരം സ്വർഗമുണ്ട്, 3 തട്ടുകളുണ്ട്.
നമ്മുടെ മസിൽസിന് ചിലപ്പോൾ പല ലെയറുണ്ട് സർജറി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞതുപോലെ. അതായത് നമ്മുടെ ആകാശം എന്ന് പറയുന്നത് കാർമേഘങ്ങളൊക്കെയുള്ള ഈ വായുവുള്ള ഒരു ആകാശം, അതിന്റെ മുകളിൽ നക്ഷത്രങ്ങളുടെ രണ്ടാമത്തെ സ്വർഗം, മൂന്നാമത്തെ സ്വർഗം എന്ന് പറയുന്നത് അതിനപ്പുറമാണ്. അത് നമുക്ക് കാണാൻ പറ്റുകയില്ല, ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ എത്താൻ പറ്റത്തില്ല. അത് ദൈവത്തിന്റെ തിരു സാന്നിധ്യമാണ്. ആ സ്വർഗമാണ് തുറക്കപ്പെടുന്നതായി കാണുക. അതുകൊണ്ടാണ് നമ്മുടെ സീറോ മലബാർ സഭയിലെയും പൗരസ്ത്യ സഭകളുടെയും ഒക്കെ ദേവാലയങ്ങൾക്ക് ജെറുസലേം ദേവാലയത്തിലെ പോലെ ഒരു തിരശ്ശീല ഉണ്ടായിരിക്കും. സർവ്വാധിപനായ കർത്താവ് എന്ന് ഗാനം ആലപിക്കുമ്പോൾ കർത്താവ് കുരിശിൽ മരിച്ച അവസരത്തിൽ അത് ഓപ്പൺ ചെയ്തു. ജെറുസലേം ദേവാലയത്തിലെ കട്ടിയേറിയ തിരശ്ശീല കീറിക്കൊണ്ട് രണ്ടായി. അതുപോലെ തന്നെയാണ് നമ്മൾ സർവ്വാധിപനായ കർത്താവ് എന്ന ഗാനം ആലപിക്കുമ്പോൾ നമ്മുടെ മധുഹായിലേക്ക്, വിശുദ്ധ സ്ഥലത്തേക്ക്, സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ ഐസിഎസ് പ്രവാചകൻ ഉണ്ടായ ആ ദർശനത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ വണങ്ങുന്നത്. അപ്പൊ അതുപോലെ ഇവിടെ സ്വർഗം അതിന്റെ പാളികൾ തുറന്ന് ദൈവത്തിന്റെ ശബ്ദം അദ്ദേഹം കേൾക്കുകയാണ്. ഇവനെന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അങ്ങനെ ഈശോ രക്ഷകനാണ് എന്നുള്ള ബോധ്യം സ്ഥാപകന് വീണ്ടും ഉണ്ടാവുകയാണ്. അത് സ്ഥാപകൻ മാത്രമാണ് കാണുക, സ്ഥാപകൻ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ സ്വർഗങ്ങൾ തുറക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഹെവൻസ് വാസ് റീഓപ്പൺഡ് എന്നാണ് പറയുക. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ഥാപകൻ നൽകിയ സന്ദേശം എന്താണ്? പല ആളുകളോടും സ്ഥാപകൻ പറഞ്ഞു, നിങ്ങൾക്ക് 2 വസ്ത്രമുള്ളവൻ 1 വസ്ത്രം ഇല്ലാത്തവൻ കൊടുക്കട്ടെ, ആഹാരമുള്ളവനും അപ്രകാരം തന്നെ ചെയ്യട്ടെ. നിനക്ക് ആഹാരം കഴിക്കുവാനുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തുമാത്രം വേസ്റ്റായി കളയുക. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ ആധുനിക കാലഘട്ടത്തിൽ പട്ടിണി അനുഭവിക്കുന്ന ആളുകളുണ്ട്, മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾ പങ്കുവയ്ക്കുവാൻ തയ്യാറാകണം. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വന്ന നികുതി പിടിക്കുന്ന ആളുകളോട് ആളുകൾ ചോദിച്ചു, ഞങ്ങള് എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, നിയമാനുസൃതമായി പിടിക്കുവാനുള്ളതിൽ കൂടുതൽ കുത്തിപ്പിടിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം ഈ മാനസാന്തരത്തിന് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ വെറുതെ വന്ന് നമ്മൾ സംസാരിക്കാൻ പറ്റും, ഒരു സംസാരിക്കുന്ന ജപം ചൊല്ലി അതുപോലെ തന്നെ അച്ഛൻ്റെ അടുത്ത് ഭാവം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീർന്നു കൊടുത്തെറ്റി പോവുകയല്ല. നമ്മുടെ പരിഹാരം ചെയ്യണം. ആ പരിഹാരം എന്ന് പറയുന്നത് ഒന്ന് ജീവിക്കാരന്റെ പ്രവർത്തനത്തിന്റെ, എന്റെ പാപത്തിന് പരിഹാരമായിട്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുവാൻ തയ്യാറാകണം. ആരുടെയെങ്കിലുമായിട്ട് മറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ 1-ന് 4 രൂപയായി ഞാൻ തിരികെ കൊടുക്കുന്നുവെന്ന് സഖ്യബോസ് പറഞ്ഞതുപോലെ നഷ്ടപരിഹാരം ചെയ്യുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നത്. കൂടാതെ കടങ്ങളും മോചിക്കപ്പെടുക. കടങ്ങളും പാപങ്ങളും മോചിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ അതുകൊണ്ട് പട്ടാളക്കാരോട് പറഞ്ഞു, ഒന്ന് നിങ്ങൾ ഫോഴ്സ് ചെയ്ത് നിങ്ങൾ പിടിച്ചെടുക്കരുത്. കാരണം അക്കാലഘട്ടത്തില് റോമൻ പട്ടാളക്കാര് ആളുകളുടെ മേലെ പിടിച്ചു പറിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, മേലെ ചോദിച്ചാൽ അകത്തെ അനുകൂടെ കൊടുത്തേക്കുക. ഒരു കാലം 1 മൈൽ ദൂരം എവിടെ ചുമടി ചുമക്കാൻ വരാൻ പറഞ്ഞാൽ നീ 2 മൈൽ പോവുക എന്നൊക്കെ, അല്ലെങ്കിൽ നിന്റെ ഒരു ചെറുക്കത്ത് അവൻ അടിച്ചാൽ 2ാമത്തെ ചെറുക്കൻ കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. അപ്പൊ അതുകൊണ്ട് പട്ടാളക്കാരോട് അന്നത്തെ രീതിയിലുള്ള ക്രൂരന്മാരായ ആളുകൾ പറയുകയാണ്, ഒന്ന് ശക്തമായി നിങ്ങൾ തിരിച്ചെടുക്കരുത്, ആളുകളെ നിങ്ങൾ അനാവശ്യമായി ഭീഷണിപ്പെടുത്തരുത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന വേതനം കൊണ്ട് നിങ്ങൾ തൃപ്തി അടയണം, അല്ലാതെ അനീതി കാണിച്ച് മറ്റുള്ളവരെ പിടിച്ചു പറിക്കരുത്. ഇതേ സന്ദേശമാണ് ഈ നോമ്പിലേക്ക് അടുത്ത ഞായറാഴ്ച നോമ്പ് ആരംഭിക്കുകയാണ് നമുക്ക് നൽകുന്ന സന്ദേശം. നമ്മുടെ ജീവിതത്തെ നവീകരിച്ചുകൊണ്ട് അനുതാപത്തിന്റെ പശ്ചാത്താപത്തിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിന് അർഹനാവുക. ആ ചൈതന്യത്തിലേക്ക് വരുവാനായിട്ട് നമുക്ക് ശ്രമിക്കും.